രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താതെ പോലീസ്. രാഹുലിന്റെ PA, ഡ്രൈവർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. SIT പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജി ഇന്ന് കോടതിക്ക് മുൻപിൽ. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന്. മോദി-പുടിൻ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹൈദരാബാദ് ഹൌസിൽ. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളിൽ ഒപ്പുവെക്കും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ED ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. N വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇൻഡിഗോ പ്രതിസന്ധി തുടരുന്നു. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് ഇൻഡിഗോ. പൈലറ്റുമാരില്ലാത്തതും സാങ്കേതിക പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് കാരണമായെന്ന് വിശദീകരണം. സർവീസുകൾ സാധാരണ നിലയിലെത്താൻ ഫെബ്രുവരി 10 വരെ സമയമെടുത്തേക്കും. ഇതുവരെ റദ്ദാക്കിയത് 500-ലധികം സർവീസുകൾ. ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം ഇന്നറിയാം. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് രാത്രി 10:30 മുതൽ. നറുക്കെടുപ്പ് FIFA റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ.